അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന ഫിഖ്ഹിലെ കുറച്ച് മോഡൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ബട്ടൻ്റെ കുറച്ചപ്പുറത്ത് ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് ഹൈപ്പ് ഒന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യ പ്രവർത്തനം ഇതാണ്, യോജിപ്പിക്കാം എന്നുള്ളതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ നിന്നും താഴത്തേക്ക് യോജിപ്പിച്ച് എടുത്തെഴുതാം. 1. ഞെരിയാണി ഉൾപ്പെടെ കഴുകേണ്ട അവയവം. ഞെരിയാണി ഉൾപ്പെടെ കഴുകേണ്ട അവയവം ഏതാണ്? കൈ 2 അതോ കാൽ 2? 2 കാലാണ് അല്ലേ? 2 കാൽ ഉൾപ്പെടെയാണ് ഞെരിയാണി ഉൾപ്പെടെ കഴുകേണ്ടത്. അപ്പോൾ ഇതാണ് ശരിയായ ഉത്തരം, അത് ഇങ്ങോട്ടെടുത്ത് എഴുതേണ്ടത്. 2. റുക്കൂഅ്, സുജൂദ് എന്നിവയിൽ അനക്കം അടങ്ങേണ്ട അവസ്ഥ, അതിന് പറയുന്ന പേരെന്താണ്? നേരെ ഇപ്പുറത്ത് 2 തുമഇനീനത്ത് എന്നാണ് പറയുക, അനക്കം അടങ്ങൽ. 3. നിസ്കാരം അവസാനിക്കുമ്പോൾ പറയേണ്ട വാക്ക്. അവസാനത്തിൽ നമ്മൾ ചൊല്ലുന്നത് എന്താ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി 4. ഏറെ പുണ്യമുള്ള ഇബാദത്താണ്, നല്ല പുണ്യമുള്ള ഇബാദത്താണ് നിസ്കാരം. 5. വുളൂഇൽ മുട്ടുൾപ്പെടെ കഴുകേണ്ട അവയവം. മുട്ടുൾപ്പെടെ കഴുകേണ്ടത് ഏതാണ്? 2 കൈകളാണ് മുട്ടുൾപ്പെടെ കഴുകേണ്ടത്. അവസാനത്തത് 6. ഫാത്തിഹയുടെ അവസാനം പറയേണ്ട വാക്ക് ഏതാണ്? ആമീൻ എന്നതാണ് പറയാറ് അല്ലേ? അപ്പോൾ അത് ഫില്ലായി. 2ാം പ്രവർത്തനം, ശരിക്ക് ശരിയും തെറ്റിന് തെറ്റും അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. 1. റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് 3 വട്ടം പറയണം. സുജൂദിൽ റുക്കൂഇലാണ് കേട്ടോ. ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. ഏതാണ്? ശരിയാണ്. 2. സുജൂദിൽ നെറ്റിയും മൂക്കും നിലത്ത് വെക്കണം. വെക്കണ്ടേ? വെക്കണം, ശരി തന്നെയാണ്. 3. മലമൂത്ര ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും പുറപ്പെട്ടാൽ വുളൂ മുറിയില്ല. ശരിയാണോ? അല്ല, തെറ്റാണ്. വുളൂ മുറിയും. 4. സൂറത്ത് ഓതുന്നത് ആദ്യ 4 റക്അത്തുകളിലാണ്. അങ്ങനെയാണോ? അല്ല, തെറ്റാണ്. ആദ്യത്തെ 2 റക്അത്തുകളിലാണ് സൂറത്ത് ഓതുന്നത്, ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുന്നത്. 5. സുബഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നത് സുന്നത്താണ്. സുബഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതൽ സുന്നത്താണോ? അതെ, ശരിയാണത് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. 2 എണ്ണം വീതം എഴുതാമെന്നുള്ളതാണ്. 1. വുളൂഇൻ്റെ പ്രവർത്തനങ്ങൾ. വുളൂഇൽ നിയത്ത് ചെയ്യുക, മുഖം കഴുകൽ, 2 കൈകളും മുട്ടുൾപ്പെടെ കഴുകൽ, തല തടവൽ, ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്താം കേട്ടോ. 2 കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ, ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്താം. ഇനി അടുത്തത് 2. വുളൂഇൽ കഴുകേണ്ട അവയവങ്ങൾ. നിർബന്ധമായും കഴുകേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണെന്ന്. നിർബന്ധമായും കഴുകേണ്ടത് മുഖം കഴുകണം, 2 കൈകളും മുട്ടുൾപ്പെടെ കഴുകണം, കാൽ 2 ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. ഓക്കെ, ഇതിലേതും എഴുതാട്ടോ. ഇനി 3. വുളൂ മുറിയുന്ന കാര്യങ്ങൾ. വുളൂ എടുത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, വുളൂയിലെ സുന്നത്തുകളും ഫർളുകളൊക്കെ പറഞ്ഞു. ഇനി വുളൂ മുറിയുന്ന കാര്യങ്ങൾ, അത് 4 എണ്ണം ഉണ്ട്. അതിൽ നിന്ന് 2 എണ്ണം മാത്രം ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. 1 എന്താണ്? മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനീ അല്ലാത്തവ പുറപ്പെടുക. 2. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. 3. മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യ സ്ഥാനം തൊടുക. 4. വലിയവരായ അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. ഇതൊക്കെയാണ് വുളൂ മുറിയുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഉത്തരം എഴുതാം എന്നുള്ളതാണ് പ്രവർത്തനം. അപ്പോൾ ഉത്തരം എഴുതി കൊടുക്കാം.
ഒന്ന്, സുബഹ് നിസ്കാരത്തിൽ പ്രത്യേകമായി ഓതേണ്ടത് എന്താണ്? സുബഹ് നിസ്കാരത്തിൽ നമ്മൾ കുനൂത്താണ് പ്രത്യേകമായിട്ട് ഓതുന്നത്. 2, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങളിൽ നിന്ന് 2 എഴുതുക. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ 4ാമത്തെ പാഠത്തിൽ വുളൂ മുറിയുന്ന കാര്യങ്ങൾ എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട്. 1, ഉറങ്ങുക, അതുകൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും. അതുപോലെ ഭ്രാന്ത്, മറ്റൊന്ന് ബോധക്ഷയം, അതുപോലെ മത്ത്, ഇവ കൊണ്ടൊക്കെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങാം. ഇതിലേതും എഴുതാം. 3, ഫാത്തിഹയുടെ തുടക്കത്തിൽ എന്താണ് ചൊല്ലേണ്ടത്? ഫാത്തിഹയുടെ തുടക്കത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം. ഇനി 4ാമത്തെ ചോദ്യം, വുളൂഇൽ മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്താണ്? വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ഇനി 5, അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് ആരെ? അത് നിസ്കരിക്കുന്നവരെയാണ്. നിസ്കരിക്കുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് എപ്പോൾ ചൊല്ലണം. 1, സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു. ഇതെപ്പോഴാണ് ചൊല്ലേണ്ടത്? റുക്കോയിൽ നിന്നും ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോൾ. അങ്ങനെ തന്നെ എഴുതി വെക്കണം കേട്ടോ. 2, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. ഇതെപ്പോഴാണ് ചൊല്ലേണ്ടത്? പ്രത്യേകം ശ്രദ്ധിക്കണം. സുബ്ഹാന റബ്ബിൽ അളീം വബിഹംദിഹി എന്നുണ്ട്, സുബ്ഹാന റബ്ബിൽ അഅ്ലാ വബിഹംദിഹി എന്നുണ്ട്. അപ്പോൾ ഇതിൽ സുബ്ഹാന റബ്ബിൽ അഅ്ലാ വബിഹംദിഹി എന്നത് സുജൂദിലാണ്, മറ്റേത് റുക്കൂയിലാണ് ചൊല്ലേണ്ടത് കേട്ടോ. ഇനി പൂരിപ്പിക്കാമെന്നുള്ള പ്രവർത്തനമാണ്. റബ്ബി ഗഫിർലി വജ്ബുർനി ഡാഷ് വറസുഖനി ഡാഷ് വആഫിനി. റബ്ബി ഗഫിർലി വറഹംനി വജ്ബുർനി വറഫഅനി വറസുഖനി വഹ്ദിനി വആഫിനി. ഇനി നമുക്ക് അടുത്ത പേപ്പർ നോക്കാം. യോജിച്ചവ ചേർക്കാം എന്നുള്ള പ്രവർത്തനമാണ് ആദ്യത്തേത്. ബ്രാക്കറ്റിൽ നിന്ന് താഴത്തേക്ക് എഴുതി കൊടുക്കാം. 1, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയുന്നത്. അതേതാണ്? മുകളിൽ കൊടുത്തതിൽ ഷഹാദത്താണ് കേട്ടോ. ഷഹാദത്താണ് അങ്ങനെ ചെയ്യേണ്ടത്. 2, ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏതാണ്? 1 ഷഹാദ് കലിമയാണ്, രണ്ടാമത്തേതാണ് നിസ്കാരം. 3, വുളൂഇൻ്റെ സുന്നത്തുകളിൽ 1. വുളൂ ചെയ്യുന്ന സമയത്ത് സുന്നത്തായ ഒരു കാര്യം മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് മിസ്വാക്ക് ചെയ്യൽ. 4, വുളൂഇൽ കഴുകേണ്ട അവയവം ഏതാണത്? മുഖം വുളൂഇൽ കഴുകേണ്ട അവയവമാണ്. നിർബന്ധമായും കഴുകേണ്ട അവയവത്തിൽപ്പെട്ടതാണ് മുഖം. ഇനി അടുത്തത് 5, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്ന ബാങ്ക്. അത് ഏത് ബാങ്കിലാണ്? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് ചൊല്ലൽ അത് സുബഹ് ബാങ്കിലാണ് കേട്ടോ. സുബഹ് ബാങ്കിൽ. ഇനി 6, സുബഹ് നിസ്കാരത്തിലെ ഇഅ്തിദാലിൽ 2 കൈ ഉയർത്തി ഓതുന്നത് ഏതാണത്? ഖുനൂത്താണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ശരിയും തെറ്റും അടയാളപ്പെടുത്താം എന്നുള്ള പ്രവർത്തനമാണ്. 1, ഷഹാദത്ത് കലിമ 2ഉം അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു പറയണം. ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ്. 2, വുളൂഇൽ മുഖം കഴുകുന്നത് ഒരു ഫർളാണ്. ശരിയാണോ തെറ്റാണോ? അത് ശരി തന്നെയാണ്, ഫർളാണ്. ഇനി 3, മിസ്വാക്ക് ചെയ്യുന്നത് വുളൂഇൻ്റെ ഫർളുകളിൽ 1ആണ്. ശരിയാണോ തെറ്റാണോ? ഫർളിൽ പെട്ടതല്ല, അപ്പം അത് തെറ്റാണ്. കാരണം അത് സുന്നത്താണ്. വുളൂഇൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് മിസ്വാക്ക് ചെയ്യുക എന്നത്. 4, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ വുളൂ മുറിയും. ശരിയാണോ? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ വുളൂ മുറിയും. ശരിയാണ്. അതിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക.
ഇനി അഞ്ചാമത്തത് ബാങ്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സുന്നത്താണ്. അതും ശരിയാണ്. സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. ബാങ്ക് പുരുഷന്മാർക്ക് സുന്നത്താണ്. ബാങ്കും ഇഖാമത്തും പുരുഷന്, സ്ത്രീക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ കേട്ടോ. അത് തെറ്റാണ് ഇടേണ്ടത്, തെറ്റാണ്. സ്ത്രീക്ക് ഇഖാമത്ത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത പ്രവർത്തനമാണ് 2 വീതം എഴുതാം എന്നുള്ളത്. ഒന്ന്, സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ. ഇങ്ങനെ ചോദിച്ചാൽ പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങളിൽ സുന്നത്തും ഉണ്ട്, ഫർളും ഉണ്ട്. അതിലെ ഫർളുകൾ ആദ്യം എണ്ണിത്തരാം. 1 നെറ്റി, 2 ഉള്ളൻ കൈയുടെ പള്ള, പിന്നെ 2 കാൽമുട്ട്, 2 കാൽവിരലുകളുടെ പള്ള, പിന്നെ വരുന്നത് മൂക്കാണ്. മൂക്ക് സുജൂദിൽ സുന്നത്താണ്. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾ മൂക്കും കൂടെ എഴുതുന്നതാണ് കേട്ടോ. കാരണം ഇവിടെ നിർബന്ധമായത് എന്നല്ല കൊടുത്തത്, സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി 2, വുളൂഇൽ തടവേണ്ട അവയവങ്ങൾ. വുളൂഇൽ ചെവി 2 തടവലുണ്ട്, തല തടവലുണ്ട് അല്ലേ? ഇതൊക്കെ തടവേണ്ട അവയവങ്ങളാണ്. ഇനി അടുത്ത ചോദ്യം, നിസ്കാരം മനോഹരമാക്കാവുന്ന കാര്യങ്ങൾ. അത് ഫിഖ്ഹിൻ്റെ അവസാനത്തെ 30-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. വൃത്തിയുള്ള സ്ഥലത്ത് നിസ്കരിക്കുക, വൃത്തിയും ശുദ്ധിയുമുള്ള വസ്ത്രം ധരിക്കുക, തലയും അതുപോലെ തന്നെ പിരടിയും മറക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ തന്നെ പറയുന്നുണ്ട്. അതിലേതെങ്കിലും 2 എഴുതിയാലും മതി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാം എന്നുള്ള പ്രവർത്തനം. നിസ്കാരം നിർവഹിക്കേണ്ട സമയം എത്രയാണ്? അത് 5 സമയത്തെ നിസ്കാരമാണ്. 5 സമയങ്ങളിലായിട്ട് നിർവഹിക്കേണ്ട നിസ്കാരങ്ങളുണ്ട്. അപ്പോൾ 5 എന്ന് എഴുതി കൊടുത്താലും മതി. 2, തുമഇനീനത്തിൻ്റെ സ്ഥലങ്ങളിൽ നിന്ന് 2 എഴുതുക. തുമഇനീനത്ത് വേണ്ടത് റുക്കൂഅ്, ഇഅ്തിദാൽ, 2 സുജൂദ്, 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം. ഇതിലൊക്കെയാണ് തുമഇനീനത്ത് വേണ്ടത്. മുഴുവനായിട്ട് തന്നെ പഠിക്കുക, കാരണം ചിലപ്പോൾ മുഴുവനായിട്ടും ചോദിക്കുക. ഇതുപോലെ 2 വീതം ഉദാഹരണം എഴുതാമെന്നുള്ള പ്രവർത്തനമാണ് വരുന്നതെങ്കിൽ അവിടെ 2 എഴുതി കൊടുത്താൽ മതി. മറ്റ് ഒന്നിച്ച് ചോദിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം? മുഴുവനായിട്ടും എഴുതി കൊടുക്കണം. ഇനി 3-ാമത്തെ ചോദ്യമാണ്, ഫാത്തിഹയുടെ അവസാനം എന്ത് പറയണം? ഫാത്തിഹയുടെ അവസാനം ആമീൻ എന്ന് പറയണം. അപ്പോൾ ഫാത്തിഹയുടെ മുമ്പോ എന്ന് ചോദിക്കും. അപ്പോൾ അഊദു കേട്ടോ. ഫാത്തിഹയുടെ മുമ്പ് ഓതേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. കാരണം ഫാത്തിഹയിൽ ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ് കേട്ടോ. അപ്പോൾ അഊദു ആണ് അവിടെ മുമ്പ്, ശേഷമാണെങ്കിൽ ആമീൻ. 4, ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. ആർക്ക്? സ്ത്രീകൾക്ക്. നേരത്തെ പറഞ്ഞില്ലേ. ഇനി എന്ത് ചൊല്ലണം? റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദി. ഈ ഒരു പ്രവർത്തനം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, പഠിച്ചു വെക്കുക തന്നെ വേണം. 2, ഇഅ്തിദാലിൽ എന്താ പറയുക? റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅ്ത മിൻ ശൈഇൻ ബഅദു. 3, ഇഖാമത്തിൽ പ്രത്യേകമായി 2 തവണ പറയുന്നത് എന്താണ്? ഖദ് ഖാമത്തിസ് സ്വലാത്ത് എന്ന് 2 തവണ പറയും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇഅ്തിദാൽ ചൊല്ലേണ്ടതെന്ന് പറയുമ്പോൾ ചിലവർ എന്ത് ചെയ്യും? സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ചിലപ്പോൾ എഴുതും. ഇഅ്തിദാലിൽ ചെല്ലേണ്ടത് കാര്യങ്ങൾ അറിയുമ്പോൾ അത് ഇതാണ് എഴുതേണ്ടത് കേട്ടോ. മറ്റേത് ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോൾ എന്താ ചൊല്ലേണ്ടത് ചോദിക്കുമ്പോഴാണ് സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് പറയേണ്ടത്. ഇനി അർത്ഥം എഴുതാം. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ ആദ്യം പഠിച്ച പാഠത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിർബന്ധമായും പഠിക്കണം. ഇവിടെ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ ആണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ 2 ഷഹാദത്ത് കലിമയുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. ഇനി നമുക്ക് 3-ാമത്തെ പേപ്പർ നോക്കാം. 1-ാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം എന്നുള്ളതാണ്. യോജിച്ചത് ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. 1, റമളാൻ മാസം നോമ്പ് ഡാഷ്. എന്താ ചെയ്യൽ? നോൽക്കുകയാണ് ചെയ്യാറ്.
അപ്പോൾ നമുക്ക് അങ്ങോട്ട് വരച്ചു കൊടുക്കണം. 2 ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് സിമ്പിളല്ലേ, നിസ്കാരമാണ്. നിസ്കാരം, അതങ്ങോട്ട് വരച്ചു കൊടുക്കാം. 3 ഇടത് കൈ മുട്ടുൾപ്പെടെ എന്ത് ചെയ്യണം, കഴുകുക. 4 ചെവി രണ്ടും ഒന്നിച്ചു എന്താ ചെയ്യൽ, തടവുകയാണ് ചെയ്യുന്നത്. 5 ബുദ്ധിയുടെ വകതിരിവ് എന്ത് ചെയ്യാണ്, നീങ്ങുക. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങലാണ് ചെയ്യുക. ഇനി അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പാഠഭാഗത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്തഹിയാത്ത്, വജ്ജഹത്തു, അതുപോലെ തന്നെ സ്വലാത്ത്, ഇങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങൾ, കുനൂത്ത്, ഇതൊക്കെ പൂരിപ്പിക്കാൻ എവിടെ നിന്നും ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യണം, പരിശീലിപ്പിച്ച് പഠിപ്പിക്കുക. ഇതിൽ ഒന്നാമത്തത് അല്ലാഹുമ്മ ഡാഷ് ഹദൈത്, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. 2 അസ്സലാമു അലൈക്കും ഡാഷ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമിൻ്റെ പദമാണ്, പൂരിപ്പിച്ച് കൊടുക്കാനാണ്. 3 ഒന്നാം സലാം വീട്ടുമ്പോൾ ഡാഷ് ഭാഗത്തേക്കും രണ്ടാമത്തേതിൽ ഡാഷ് ഭാഗത്തേക്കും മുഖം തിരിക്കുക. അവിടെ എന്താണ്, ഒന്നാം സലാം വീട്ടുമ്പോൾ വലതുഭാഗത്തേക്കും രണ്ടാം സലാം വീട്ടുമ്പോൾ ഇടതുഭാഗത്തേക്കും മുഖം തിരിക്കുക. ഇനി 4 അത്തഹിയ്യാത്തുൽ മുബാറകാത്തു ഡാഷ് ലില്ലാഹ്, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. 5 അഊദു ബില്ലാഹി മിന ഡാഷ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് നമ്മൾ ഫാത്തിഹയുടെ മുമ്പ് അതിൽ സുന്നത്തായ ഇതിൽപ്പെട്ടതാണ് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനമാണ് ശരി അടയാളപ്പെടുത്തുക എന്നുള്ളത്. ഇതിൽ ശരി എന്ത് ചെയ്യണം, ഇട്ട് കൊടുക്കാം. ഒന്നാമത്തത് ഇവിടെ എഴുതിയിട്ടുണ്ട്, തബാറക്ത റബ്ബന, ശരിയായതേതാ, വതആലൈത എന്നാണോ, വതആലൈത എന്നാണോ, വതഹാലൈത എന്നാണോ? ഇതിൽ തബാറക്ത റബ്ബന വതആലൈത. 2 സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്താണ്, വബിഹംദിഹി എന്നാണ്, വബിജംദിഹി എന്നാണ്, വബിഹംദിഹി എന്നാണ്? ശരിയായത് വബിഹംദിഹി. ഇനി അടുത്തത് 3 തുമഇനീനത്ത്, അതായത് തുമഇനീനത്തിൻ്റെ അർത്ഥം ഇവിടെ അനക്കം അടങ്ങുക എന്നുണ്ട്, അനക്കം എന്നുണ്ട്, 2 കാൽ എന്നുണ്ട്. ശരിയായത് അനക്കം അടങ്ങുക. ഇനി അടുത്തത് സ്ത്രീകൾക്ക് സുന്നത്താണ്. ഇവിടെ ഇക്കാമത്ത് എന്നുണ്ട്, ഇഫാമത്ത് എന്നുണ്ട്, ഇഖാമത്ത് എന്നുണ്ട്. ശരിയായത് അവസാനത്തത് ഇഖാമത്ത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അർത്ഥം എഴുതുക. 1 അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കണം. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നത് ഫസ്റ്റ് അതാണ്. ആ 2 ഷഹാദത്ത് കലിമയും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കാണാതെ പഠിച്ചിരിക്കണം, എന്നാലുള്ളൂ ചിലപ്പോൾ ഇതൊക്കെ അർത്ഥങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ പൂരിപ്പിക്കാൻ വരും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം തീർച്ചയായും അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു എന്നാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഉത്തരം എഴുതി കൊടുക്കാം. ചോദ്യം ഇതാണ്, അത്തഹിയാത്ത് ഓതേണ്ടത് എപ്പോഴാണ്? എപ്പോഴാണ്? അത് നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിലും അവസാനത്തെ റക്അത്തിലും രണ്ടാമത്തെ സുജൂദുകൾക്ക് ശേഷവുമാണ് അത്തഹിയാത്ത് ഓതേണ്ടത്. 2 ഒരു റക്അത്ത് പൂർത്തിയാകും എപ്പോൾ? അതിൻ്റെ ഉത്തരം രണ്ടാം സുജൂദിൽ നിന്ന് ഉയരുന്നതോടെ ഒരു റക്അത്ത് പൂർത്തിയാകും. അത് ചിലപ്പോൾ പൂരിപ്പിക്കാൻ വരും കേട്ടോ. അത് 21-ാമത്തെ പേജിൽ ആ വരി ഉണ്ട്, അതൊന്ന് അടിവരടുക. ചിലപ്പോൾ പൂരിപ്പിക്കാനും വരാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിക്കാം. 3 ഫാത്തിഹയ്ക്ക് മുമ്പ് എന്തൊക്കെ ചൊല്ലണം?
ഫാത്തിഹയ്ക്ക് മുമ്പാണെങ്കിൽ നമുക്ക് അഊദു ചൊല്ലണം. ഇനി അതിനു മുമ്പാണെന്നുണ്ടെങ്കിൽ വജ്ജഹ്തു ഓതണം. അപ്പോൾ എന്തൊക്കെയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും എഴുതാം. വജ്ജഹ്തു, അതിനുശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഓക്കെ. ഇനി 4, സുബഹ് ബാങ്കിൽ മാത്രം 2 തവണ പറയേണ്ട കലിമത്തുകൾ ഏതാണ്? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നുള്ള അതാണ്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. 2 വീതം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ്. സുജൂദിൽ നിലത്ത് വെക്കേണ്ടുന്ന അവയവങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ 7 അവയവങ്ങളും അതോടുകൂടെ മൂക്കും 8 വെക്കണം. നെറ്റി, 2 കൈയുടെ പള്ള, അതുപോലെ തന്നെ 2 കാൽമുട്ട്, 2 കാൽവിരലുകളുടെ പള്ള, പിന്നെ മൂക്ക്. ഇങ്ങനെ 8 അവയവങ്ങൾ വരും. 2 വുളൂ മുറിയുന്ന കാര്യങ്ങൾ 4 നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ 4 കാര്യങ്ങളിൽ നിന്ന് 2 ഇവിടെ എഴുതി കൊടുക്കാനാണ്. അതിൽ ഒന്നാമത്തേത് മലമൂത്രദ്വാരങ്ങളിലൂടെ മനിയല്ലാത്തവ പുറപ്പെടുക. 2 ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. 3 മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യ സ്ഥാനം തൊടുക. 4 വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. ഇങ്ങനെ വുളൂ മുറിയുന്ന കാര്യങ്ങൾ 4. 3 ഫർള് നിസ്കാരങ്ങളുടെ പേരുകൾ. 5 വക്ത് നിസ്കാരങ്ങളുണ്ട്. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബഹ്. അത് തെറ്റാത്ത രീതിയിൽ തന്നെ എഴുതി കൊടുക്കട്ടോ. പുള്ളികളും മറ്റു ഹർഫുകളൊന്നും മാറാത്ത രീതിയിൽ തന്നെ എഴുതി കൊടുക്കണം. 4 ഇസ്ലാം കാര്യങ്ങൾ 5 അല്ലേ? ആ 5 ഏതെങ്കിലും 2 എഴുതി കൊടുക്കാം. ഒന്നാമത്തേത് 2 ഷഹാദത്ത് കലിമ 2 അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലലാണ്. 2 5 സമയത്തെ നിസ്കാരം നിലനിർത്തലാണ്. 3 സക്കാത്ത് കൊടുക്കുക. 4 റമളാൻ മാസം മുഴുവൻ നോമ്പും നോൽക്കുക. 5 ഹജ്ജ് ചെയ്യുക. ഇനി അടുത്ത ചോദ്യം 5, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്നവ. എന്തുകൊണ്ടൊക്കെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും? 1 ഉറങ്ങുക, മറ്റൊന്ന് ഭ്രാന്ത്, ബോധക്ഷയം, മത്ത്. ഇതുകൊണ്ടൊക്കെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും. ഇനി അവസാന പ്രവർത്തനമാണ്. ഇതോടുകൂടെ നമ്മുടെ പ്രവർത്തനം അവസാനിച്ചു. ക്രമീകരിക്കാം എന്നുള്ള പ്രവർത്തനമാണ്. ഇത് ഓർഡറിലാണ് എഴുതേണ്ടത്. ഇത് ഓർഡറിലല്ല താഴെ കൊടുത്തിട്ടുള്ളത്, അത് ഓർഡറിലാക്കണം. ഇതിൽ ഫസ്റ്റ് വരേണ്ടത് സുബ്ഹാന, ശേഷം റബ്ബിയ, പിന്നെ അൽ അലീം, പിന്നെ വബിഹംദിഹി. ഇങ്ങനെയാണ് ഓർഡറിൽ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ 2 ഫിഖ്ഹിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ പറഞ്ഞു. ഇതിൽ വന്ന ഭാഗങ്ങൾ തന്നെ ആയിരിക്കും പരീക്ഷയ്ക്കും വരിക. ഇത്രയും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുഴുവനായിട്ടും ഉത്തരം അറിയാവുന്നവർ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.